മതവും എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് ഏകനായിപ്പോയി എന്ന് തിരിച്ചറിയാനും കുറച്ച് നിമിഷങ്ങൾ മതി. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവൻ തകർന്നടിഞ്ഞ് കണ്ണിന്റെ മുന്നിൽ ഒറ്റപ്പെട്ടു നിന്ന് കാണേണ്ട അവസ്ഥ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഒന്ന്, ആ വെനിസ്വേലയിലെ കണ്ണീർ പൊഴിക്കുന്ന ഓരോ മനുഷ്യരുടെയും സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് പ്രതിഷ്ഠിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലരുടെയും പ്രഥമ പരിഗണന മതം വളർത്തുക, മതത്തിന്റെ പേരിൽ ശത്രുത ഉണ്ടാക്കുക, മതത്തിന്റെ പേരിൽ വർഗീയത പറയുക. ഇത് ഒരു മതക്കാരെയല്ല, സകല മതക്കാരെ ഉദ്ദേശിച്ചാണ്. അത് ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, എല്ലാവരും, ആരും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല. എല്ലാവരും മതം എന്ന് പറഞ്ഞാൽ തീവ്രത മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. പുറത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും എന്തെങ്കിലും മതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ ഉള്ളാലെ വല്ലാത്ത വേദന ഉണ്ടാകുന്നവരാണ്. ആ മതക്കാരെല്ലാം നോക്കേണ്ടത് വെനിസ്വേല എന്ന രാജ്യത്തെ മനുഷ്യരെ ഏതെങ്കിലും മതം രക്ഷിക്കുന്നുണ്ടോ, ഏതെങ്കിലും ദൈവം രക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവശേഷിക്കുന്ന മനുഷ്യർ മാത്രമാണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ സഹായിക്കാനുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ പണ്ടാരോ എഴുതി വെച്ച കാര്യങ്ങളാണ്, അല്ലാതെ ഒന്നും ആകാശത്തുനിന്ന് പൊട്ടി താഴെ വീണതല്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലെന്നറിയാം. കാര്യം ഈ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ മനുഷ്യൻ നിർമ്മിച്ചതാണ്. അത് ഭാഷയായിക്കോട്ടെ, ഒരു ഭാഷയല്ല, ലോകത്താകമാനം മനുഷ്യരുണ്ട്, പല ഭാഷകളുണ്ട്, പല വർണ്ണങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി? പല ജനുസുകളാണെന്നേ ഉള്ളൂ. അവർക്ക് സംസാരിക്കാൻ, ആശയവിനിമയം നടത്താനെല്ലാം ഓരോ ഭാഷകൾ ആ നാടിനനുസൃതമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതും മുന്നേ നടന്നുപോയ മനുഷ്യർ സൃഷ്ടിച്ചത്. അല്ലാതെ ആകാശത്ത് നിന്ന് ഒരു ദൈവങ്ങളും ഒന്നും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ഡയറക്റ്റായിട്ട് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ല. മനുഷ്യൻ കണ്ടുപിടിച്ച് അവന്റെ തലച്ചോറ് കൊണ്ട് ആലോചിച്ച് അവന്റെ നിലവാരം ഉയർത്താൻ വേണ്ടി കണ്ടുപിടിച്ച സംവിധാനങ്ങൾ, അല്ലാതെ ദൈവമായിട്ട് വന്ന് ഇവിടെ ഒരു ചുക്കും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മതവും ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയോ നാടിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയോ ഒരു സാങ്കേതിക വിദ്യയും ഈ നാട്ടിൽ അവരുടേതായിട്ട് ഒരിക്കലും കണ്ടെത്തി നൽകിയിട്ടുമില്ല. ആ തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് ഇങ്ങനെ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ കുറച്ചെങ്കിലും തലയ്ക്കകത്ത് ഈ തീവ്രത നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്ക് അത് കണ്ടിട്ടെങ്കിലും ഒരു ചിന്താഗതി ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് കണ്ണു തുറക്കുന്നെങ്കിൽ അത്രയെങ്കിലും സന്തോഷമാകും. അവിടങ്ങളിൽ ഉണ്ടായിരുന്നു ആരാധനാലയങ്ങൾ, അവർ വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾ. ഒരു ദൈവങ്ങളും ആകാശത്തുനിന്ന് താഴേക്ക് വന്ന് ഒരു വിസ്മയവും കാട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവിശ്വസനീയമായ ഒരു കാഴ്ചയും അവിടെ നിന്നുണ്ടായിട്ടില്ല. നിലവിളികൾ മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന മനുഷ്യർ, അകപ്പെട്ടുപോയ മനുഷ്യരെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന കഷ്ടപ്പാടുകൾ, സംവിധാനങ്ങൾ മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായി കാണും? ഇന്നലകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അത്യാഡംബര അല്ലെങ്കിൽ അതിസൗകര്യങ്ങളൊക്കെ എല്ലാ കാലത്തും സ്ഥായിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടും എന്റെ ദൈവം എന്നെ കാത്തോളൂ എന്ന് വിചാരിക്കുന്ന ഏത് മൂഢന്മാർക്കും ആ നിസ്സഹായരായ മനുഷ്യരുടെ സ്പോട്ടിൽ എത്തുന്നത് വരെ നിങ്ങൾക്കത് ചിന്തിക്കാം. പക്ഷെ ഇന്ന് നിങ്ങളത് ആലോചിച്ച് ഒപ്പം താമസിക്കുന്ന മനുഷ്യരെ മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ അവരെ ചാപ്പ കുത്താതെയും അവരെ വെറുക്കാതെയും സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടും കൂടി ജീവിക്കുകയാണെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അന്ന് ഇതുപോലത്തെ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെങ്കിലും നിങ്ങളെ ഓർക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ള ചെറിയൊരു ഉപദേശം മാത്രമേ മതം തലയ്ക്ക് പിടിച്ച എല്ലാ അടിമകൾക്കും തരാനുള്ളൂ.